ഗിർ ഗിർ എന്ന മൂവി ഇന്നലെ കണ്ടു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു സൈഡ് എഫക്റ്റ് ആണെന്ന് വിചാരിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഗിർ എന്ന മൂവി കണ്ടു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ റിവ്യൂ ഒന്നും പറയാൻ പറ്റില്ല, എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ നിങ്ങൾ കുറേ റിവ്യൂ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെയൊക്കെ റിവ്യൂ നിങ്ങൾക്ക് കേൾക്കാം. കുറേ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെയൊക്കെ റിവ്യൂ കണ്ടിട്ടുണ്ടാവും. അതൊക്കെ മനസ്സിലെടുക്കാം. എൻ്റെ ഭാഗത്ത് ഞാൻ ആ മൂവി കണ്ടു. എൻ്റെ ഭാഗത്തുനിന്നുള്ളൊരു ചെറിയ അഭിപ്രായം. നല്ലൊരു മൂവിയായിരുന്നു, മോശമില്ല, കണ്ടിരിക്കാം. അങ്ങനെ വളരെ ഹൈപ്പ് കൊടുക്കാൻ പറ്റിയ ഒരു മൂവിയൊന്നുമല്ല. പക്ഷേ നമുക്ക് ഈ ഫാമിലിയൊക്കെ ആയിപ്പോയിട്ട് കാണാൻ പറ്റിയ ഒരു മൂവിയാണ്. അതായത് കുട്ടികളെയൊക്കെ കൊണ്ടുപോയി കാണിക്കാൻ പറ്റുന്ന ഒരു മൂവിയാണ്. നല്ല കോമഡിയുണ്ട്. പിന്നെ എന്നെപ്പോലെയുള്ള ആൾക്കാർക്കൊക്കെ ചിരിച്ചിരിക്കാൻ പറ്റിയതാണ്. ഞാനൊക്കെ ഇന്ന് ചെറിയ കോമഡി കേട്ടാൽ അങ്ങ് ചിരിച്ചോളും. അതുകൊണ്ട് എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. കാരണം ഞാനൊക്കെ കുറേ ചിരിച്ചു. ഞാൻ പറഞ്ഞില്ലേ, എന്നെ ചിരിപ്പിക്കാനൊക്കെ വളരെ ഈസിയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല കോമഡി ആയിരുന്നു. പിന്നെ മൂവിയെക്കുറിച്ച് കൂടുതൽ പറയാനൊന്നുമില്ല. കാരണം ഞാൻ പറഞ്ഞ പോലെ നമുക്കൊക്കെ എങ്ങനെ ഞാൻ പറയാം, ഫാമിലി കുട്ടികൾ, ഈ ഒരു കുട്ടികൾക്കൊക്കെ കാണാൻ പറ്റിയ തരത്തിൽ മൂവി. പിന്നെ കൂടുതൽ ചിന്തിച്ച് പറയുകയാണെങ്കിൽ ഒരു ആവറേജ് മൂവി, അത്രയേ ഉള്ളൂ. കാരണം വളരെ ലോജിക്കായി ചിന്തിക്കാമല്ലോ, നല്ല ലോജിക്കോടുകൂടി ചിന്തിക്കാൻ പറ്റിയ കുറേ കാര്യങ്ങൾ അങ്ങനെയൊക്കെ നോക്കിയാൽ അധികം ലോജിക്കില്ലാത്ത കുറേ സംഭവങ്ങളുണ്ട് അതിൽ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, കണ്ടിരിക്കാം, അത്ര തന്നെ. ചാക്കോച്ചൻ, അനഘ, ശ്രുതി രാമചന്ദ്രൻ, സുരാജ് വെഞ്ഞാറമൂട്, ശോഭി തിലകൻ, മഞ്ജുപിള്ള എന്നിങ്ങനെ കുറേ ആക്ടേഴ്സ് ഉണ്ട്. അവരൊക്കെ അവരുടെ രീതിയിൽ നന്നായി തന്നെ അഭിനയിച്ചു. പിന്നെ ഇതിൽ ഗിർ എന്ന് പറഞ്ഞ പോലെ തന്നെ മെയിനായിട്ടൊരു ലയണുണ്ട്. ആ ലയണും പിന്നെ അതിലെ ആക്ടേഴ്സും അങ്ങനെ ചുറ്റിപ്പറ്റിയുള്ള കുറച്ച് രസകരമായ നിമിഷങ്ങൾ, അത്രയേ ഉള്ളൂ. കൂടുതൽ കഥ അങ്ങനെ ചിന്തിക്കേണ്ട അങ്ങനെയൊന്നുമില്ല. ഒരു രസകരമായ നിമിഷങ്ങൾ നമുക്ക് ആ സിനിമയിൽ കിട്ടും. പിന്നെ ക്ലൈമാക്സ് ഒന്നും എനിക്ക് അത്ര വലിയ ഇതൊന്നും ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, മൂവി ഒരു കഥയുടെ രൂപത്തിൽ നല്ലൊരു കഥ അങ്ങനെയൊന്നും നോക്കിയാൽ അത്ര പോരാ. ഒരു ആവറേജ് മൂവി, അത്രേ പറയാനുള്ളൂ. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ സിംഹത്തിനെ ചുറ്റിപ്പറ്റി ഒരു സൂ ആണ്. ആ സൂവിൽ സിംഹമുണ്ട്. ആ സിംഹത്തിനെ ചുറ്റിപ്പറ്റിയും പിന്നെ അതിലെ ആക്ടേഴ്സ് ആ ഒരു സിംഹത്തിൻ്റെ അടുത്ത് എത്തിപ്പെടുന്നതും അങ്ങനെ അതിനെ ചുറ്റിയുള്ള കുറച്ച് കോമഡി അങ്ങനെയുള്ള കുറേ സന്ദർഭങ്ങളുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇതാണ് എൻ്റെ മൂവികളിലുള്ള അഭിപ്രായം. ആവറേജ് മൂവിയാണ്. അങ്ങനെ വളരെ പ്രതീക്ഷിച്ചിട്ടൊന്നും അങ്ങനെ കൂടുതൽ പ്രതീക്ഷിച്ചിട്ടൊന്നും ആരും പോകണ്ട. പക്ഷേ എന്താ പറയുക, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. അതുകൊണ്ട് ഫാമിലിക്ക് ധൈര്യമായി കുട്ടികളോടൊപ്പം പോയിട്ട് കണ്ടിരിക്കാൻ പറ്റിയൊരു നല്ലൊരു മൂവിയാണ്.